ഹലോ, നമസ്കാരം. ശ്രീമയ്യാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ ലോക്സഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അത് ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരു അമെൻമെൻ്റ് ആയിരുന്നു കൊണ്ടുവന്നത്. അമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ആക്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ അവർ അതിന് ഘടകവിരുദ്ധമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സെൽഫ് ഡിക്ലറേഷൻ ഓഫ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അതായത് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെയായിരുന്നു. നമുക്ക് സെൽഫ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആ ഡിക്ലറേഷൻ എഴുതി സൈൻ ചെയ്തതിന് ശേഷം നമുക്കൊരു നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ കാർഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാർഡ് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. നമ്മളൊരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരായി മജിസ്ട്രേറ്റിനോടൊപ്പം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരൊരു ശാരീരിക പരിശോധനയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ജെൻഡർ എന്ന് പറയുന്നത് ഒരു ശാരീരിക പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ജെൻഡർ എന്ന് പറയുന്നത് ഒരാളുടെ മൈൻഡിൽ കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ സെക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശാരീരിക പരിശോധന നടത്താൻ പറ്റും. അയാൾ മെയിലാണോ ഫീമെയിലാണോ ഇൻ്റർസെക്സ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 തരത്തിലുള്ള സെക്സേ നമുക്ക് ഇവിടെ ഉള്ളൂ. ആ 3 സെക്സിലുള്ള ആളാണ് ജനിക്കുന്നത്. പക്ഷേ അറിയാമല്ലോ, ട്രാൻസ്മാൻ, ട്രാൻസ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വ്യക്തികളെന്ന് പറയുന്നത് ജനിക്കുന്നത് ചിലപ്പോൾ അവരൊരു സെക്സിനായിരിക്കും. അവരുടെ ജെൻഡർ എന്ന് പറയുന്നത്, അതായത് അവരുടെ വ്യക്തിബോധം, അവരുടെ ലിംഗബോധം എന്ന് പറയുന്നത് അവരുടെ ജനിക്കുന്ന സെക്സുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അത് വളർച്ചയുടെ ഘട്ടങ്ങളിലാണ് അവർ തിരിച്ചറിയുന്നത് തന്നെ. അപ്പോൾ അതൊരിക്കലും ഒരു മെഡിക്കൽ പരിശോധനയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തിയാണ് തിരിച്ചറിഞ്ഞ് സ്വയം പറയുന്നത് പോലും ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി പല ആളുകളും പല രീതിയിലുള്ള ചർച്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടൊക്കെ എന്ന് പറഞ്ഞൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ നൃത്തരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെ 1-2 വ്യക്തികളൊക്കെ അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരെ കൃത്യമായിട്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്, സ്റ്റാറ്റസുകൾ ഇടുന്നുണ്ട്. അപ്പം ഇതിൽ 1-2 പേരുടെ ഞാൻ സ്റ്റാറ്റസുകൾ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാറ്റസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ഇനി ഫാൻസി ഡ്രസ്സ് നടക്കില്ല എന്നാണ് അവർ തന്നെ പറയുകയാണ്. അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റി ഫാൻസി ഡ്രസ്സായിട്ട് നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അവരോടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു കാലത്ത് ഫാൻസി ഡ്രസ്സായിട്ട് നടന്ന ആളല്ലേ? നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഉറപ്പിക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്കൊരു തെളിവായിട്ട് അതിന് ഒരു കാർഡ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളും ഫാൻസി ഡ്രസ്സായിട്ടല്ലേ നടന്നത്? ഈ സമൂഹത്തിൽ എത്രയോ കാലം ഫാൻസി ഡ്രസ്സായിട്ട് നടന്നു. ആ ഫാൻസി ഡ്രസ്സായിട്ട് നടക്കുന്ന സമയത്തും നിങ്ങളുടെ ഐഡൻറ്റിറ്റി അത് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ എത്രയോ ആളുകൾ നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങളെ പുച്ഛിച്ചിരുന്നു, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് നിരന്തരമായ കഷ്ടപ്പാടുകൾക്ക് ശേഷം സർജറി ചെയ്തു, പലതരത്തിലുള്ള കോസ്മെറ്റിക് സർജറികൾ ചെയ്തു, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതിന് ശേഷമല്ലേ ഇപ്പം പറയുന്ന സോ കോൾഡ് ആയിട്ടുള്ള ആ ഒരു ഫീമെയിൽ ഫിഗറിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടായ മാറ്റമല്ലല്ലോ. അപ്പോൾ നിങ്ങളതിന് വേണ്ടി ചിലവാക്കിയെന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ലക്ഷങ്ങൾ ചിലവാക്കി ചിലപ്പോൾ അത്രയും ഒരു ഇതിലേക്ക് മാറാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഒരാൾക്ക് സർജറി ചെയ്യുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് സർക്കാർ സഹായം കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് മതിയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി ഉറപ്പിക്കുന്നതിന് വേണ്ടി സർജറി ചെയ്ത് മാറണമെന്ന് നിർബന്ധം ഒരിടത്തും പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യരുടെയും ആ ജെൻഡറിനോടുള്ള ബോധം എന്ന് പറയുന്നത് ഓരോ ഏറ്റക്കുറച്ചിൽ നിൽക്കും, അല്ലെങ്കിൽ ഓരോ ഏറ്റക്കുറച്ചിലായിരിക്കും. ചില ആളുകൾക്ക് സർജറിയിലൂടെ മാത്രമേ അവർക്കൊരു മാറ്റം, അല്ലെങ്കിൽ സർജറിയിലൂടെ മാത്രമേ അവരുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ അവർ സർജറിയിലൂടെ ചേഞ്ച് ആവാറുണ്ട്. അങ്ങനെ ആളുകൾ ആ രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ആളുകളും ഈ ഒരു സർജിക്കൽ പ്രോസസ്സിലൂടെ തന്നെ കടന്നുപോയേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കാൻ നിങ്ങളാരും ആളല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു ഈ ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആക്ഷേപിച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പിൻവലിക്കുകയാണ് വേണ്ടത്. കമ്മ്യൂണിറ്റിയോട് പ്രതിബദ്ധതയുള്ള ഒരാളാണ് എങ്കിൽ. പിന്നെ പറയുന്നു കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുന്നത്. അത് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ കണ്ടത്. കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂട്ടത്തോടെ ആക്രമിക്കാൻ വരാതിരിക്കാൻ പറ്റുന്നത്? ഒരു കൂട്ടം ആളുകളെ മുഴുവൻ ദ്രോഹിക്കുന്ന ഒരു നിയമം വരുമ്പോൾ അവരെല്ലാം അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ആ സമരത്തിനെയൊക്കെ വെറും പരിഹാസ്യമായി, അല്ലെങ്കിൽ അതൊക്കെ പ്രഹസനമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്തരം മനുഷ്യർ പ്രതികരിക്കാതിരിക്കുന്നത്? അവർക്കൊരിക്കലും പ്രതികരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അഫിലിയേഷനോട്, രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് ചേർന്ന് നിന്നേ പറ്റുള്ളൂ. പക്ഷേ അവർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരവും അംഗീകരിച്ചു തരാൻ ഇവിടുത്തെ ട്രാൻസ് മനുഷ്യർക്ക് കഴിയില്ല. നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും, പക്ഷേ ഇവിടുത്തെ ട്രാൻസ് മനുഷ്യർക്ക് എന്തായാലും കഴിയില്ല എന്നുള്ളതാണ്.
ഞാൻ അതിനോടൊപ്പം തന്നെ 1-2 റിയാക്ഷൻ വീഡിയോസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 റിയാക്ഷൻ വീഡിയോസിനെ കുറിച്ചും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരാൾ, ഒരു മഞ്ജു ആൻ്റണി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ജലപീരങ്കി അങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാണാം വിഗും പോയി അമ്മാവന്മാരെല്ലാം കൂടി എടുത്തു വെച്ച് തുണിയും പൊക്കി പിടിച്ച് ഓടുന്നത് ഇപ്പൊ നമുക്ക് കാണാം. പഴയതുപോലെ മഞ്ജു ചേച്ചി പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിന് ഒരു ജലപീരങ്കി അങ്ങ് പ്രയോഗിച്ചിരുന്നെങ്കിൽ അമ്മാവന്മാരെല്ലാം വിഗും ഊരി പിടിച്ച് ഓടുന്നതും തുണിയും പൊക്കി പിടിച്ച് ഓടുന്നത് കാണാമെന്നാണ് മഞ്ജു ചേച്ചി പറയുന്നത്. മഞ്ജു ചേച്ചി ലോക്ക്ഡൗണിൽ ഒരുപാട് മാർച്ചുകൾ നടക്കാറുണ്ട്, ഒരുപാട് പ്രതിഷേധ മാർച്ചുകൾ നടക്കാറുണ്ട്. അവിടെ സ്ത്രീകൾ പ്രതിഷേധിക്കാറുണ്ട്, പുരുഷന്മാരെ പ്രതിഷേധിക്കാറുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതിഷേധിക്കാറുണ്ട്. അവരുടെയൊക്കെ പ്രതിഷേധത്തിന് ചേച്ചി ഈ ടൗണിൽ വിമർശിക്കാൻ നിൽക്കുമോ? കുറച്ച് പൊള്ളും. ഇത് ചേച്ചി പൊള്ളുമെന്ന് മാത്രമല്ല, അതിന് ചിലപ്പോൾ വലിയ റീച്ചും കിട്ടത്തില്ല. ചേച്ചി ഇത് വിമർശിക്കാൻ നിന്നത് ചേച്ചി കുറച്ച് റീച്ച് കിട്ടും എന്നുള്ള ബോധ്യമുള്ളതാണ്. കാരണം ഇത്തരം മനുഷ്യരെക്കുറിച്ച് എവിടെ സംസാരിച്ചാലും ഇന്നും മാധ്യമ ശ്രദ്ധ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ശ്രദ്ധ കിട്ടുന്നുള്ളതുകൊണ്ടാണ്. ഇനി ആർക്കും വേഷം കെട്ടി നടക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു ബില്ലാണ് ഇപ്പൊ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ചേച്ചി പറയുന്നു ഇനി ആർക്കും വേഷം കെട്ടി നടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ബില്ലല്ല സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. എൻ്റെ പൊന്നു മഞ്ജു ചേച്ചി, എവിടെയെങ്കിലും പൊടിപ്പും തൊങ്ങലുകൾ മാത്രം കേട്ടുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും കുരയ്ക്കല്ലേ എൻ്റെ പൊന്നു ചേച്ചി. സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന ബില്ലിനെപ്പറ്റി ഞാൻ പറഞ്ഞു, സെൽഫ് റെഗുലേഷൻ പറ്റില്ല. പക്ഷേ എങ്ങനെയുള്ള ആളുകൾക്ക് പറ്റും? ജന്മനാ തന്നെ ശാരീരികമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ, അതായത് ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ, കൾച്ചറൽ ഐഡൻറ്റിറ്റീസിൽ ജീവിക്കുന്ന ആളുകൾ, ഹിജറ, കോത്തി, ജോഗപ്പ, അതുപോലെ തന്നെ കിന്നർ, അവരിങ്ങനെ കുറച്ച് ഐഡൻറ്റിറ്റീസിനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവർ ഉൾപ്പെടുത്താത്ത കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ധാരാളമുണ്ട്. തിരുനങ്ക എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സമൂഹം, അതുപോലെ തന്നെ മംഗളമുഖി എന്ന് പറയുന്ന സമൂഹം, അങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ ഇനിയുണ്ട്. അങ്ങനെ കുറേ പേരൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയം എന്നുള്ളത് അടിവരയിട്ട് പറയാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ പറയുന്ന സർജറി പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാതെ ഇപ്പോഴും അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ കൾച്ചറിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഓക്കെയാണ് എന്നാണ് പറയുന്നത് ബില്ല്. അപ്പോൾ അവിടെ തന്നെ ഒരു വിവേചനമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അടുത്തതെന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കൽ ഇൻ്റർവെൻഷൻ, ഒരു കെമിക്കൽ അതായത് ഹോമോൺ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ, സർജറി ചെയ്താലോ, അല്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻ നിർബന്ധിച്ച ആരെങ്കിലും ചെയ്യപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ എന്താ പറയുക, ഈ പറയുന്ന അവർക്കൊക്കെ ഇത് കാർഡ് എടുക്കാൻ അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഹോമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും അവർക്ക് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഓൾറെഡി എന്താ പറയുക, നമുക്ക് പോയി കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ട്രാൻസ് ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാം എന്നുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഒരാളുടെ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ് നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ജെൻഡർ ഇതാണെന്ന് ഒരു മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അപഹാസ്യവും എത്രത്തോളം മനുഷ്യത്വരഹവും രഹിതവുമായിട്ടുള്ള കാര്യമാണ്. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണെങ്കിലും ഇതുപോലെ മഞ്ജു ചേച്ചി പോലുള്ള ആളുകളാണെങ്കിലും പറയുന്നത്. കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ട്രാൻസ് ആയിട്ട് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതുവരെയും അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതുവരെയും യാതൊരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പുരുഷനായിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ സ്ത്രീയാണെന്നും പറഞ്ഞ് വേഷമൊക്കെ മാറ്റി സ്ത്രീയുടെ വേഷമൊക്കെ ധരിച്ച് കുറച്ച് വെച്ചുകെട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചേച്ചി പറയുന്നു കുറച്ച് ചേച്ചി കണ്ടോ വച്ച് കെട്ടിയാണ് ഇത്ര ആളുകൾ നടക്കുന്നത്? ചേച്ചി ഒന്ന് ഉള്ളു പരിശോധിച്ച് നോക്കിയോ ഇവരൊക്കെ എന്തൊക്കെ വച്ച് കെട്ടിയാണോ നടക്കുന്നത്? ഇവരുടെ ഭാഷയിൽ തന്നെയുണ്ട് ഇത്തരം മനുഷ്യരോടുള്ള വെറുപ്പും ഇത്തരം മനുഷ്യരോടുള്ള അങ്ങേയറ്റമുള്ള ദേഷ്യവും എല്ലാം ഈ ഭാഷയിൽ തന്നെയുണ്ട്. ഇവർ പറയുന്നു വിഗ് തെറിച്ച് പോകുന്നു. ഞാൻ പറയട്ടെ, ഒരു അസുഖം വന്ന് മുടി പൊഴിഞ്ഞു പോയ ആളൊരു വിഗ് വെച്ചായിരിക്കും നടക്കുന്നത്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ്, ഇതുപോലെ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊട്ടസ്റ്റിൽ വന്ന് പങ്കെടുത്താലും ചിലപ്പോൾ ജലപീരങ്കി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ മുടി പറന്നു പോയെന്നിരിക്കും. അപ്പോൾ അത്തരം മനുഷ്യരെ കൂടെയാണ് ഈ ചേച്ചി കളിയാക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വച്ച് കെട്ടി നടക്കുന്നു എന്തെങ്കിലും ഇതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു എന്ന് ഇവരെങ്ങനെയാണ് പറയുന്നത്? ഇതിന് മുമ്പ് വരെ കേന്ദ്ര സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ ID കാർഡ് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം കയ്യിൽ ആ കാർഡുണ്ട്. ഇന്ന് അവരൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത്. അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അവരാരുടെ കൺസൾട്ടേഷനും എടുത്തിട്ടില്ല, ഇത്തരം മനുഷ്യരുടെ കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല, ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല. ഒരു കൺസൾട്ടേഷൻ എടുക്കാതെ നടത്തുന്ന ഒരു തീരുമാനം വെറും രാഷ്ട്രീയ തീരുമാനമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. അത് അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനി ഈ ചേച്ചി പറയുന്നത് എന്താണെന്ന് കേൾക്കാം.
സമൂഹത്തിന് മുന്നിൽ പെണ്ണായിട്ട് അങ്ങ് ജീവിക്കുന്നു. ആരാ പറഞ്ഞ സമൂഹത്തിന് മുന്നിൽ പെണ്ണായിട്ട് ജീവിക്കുന്നതെന്ന്? ഞങ്ങളാരും പറയുന്നില്ലല്ലോ ഞങ്ങൾ സമൂഹത്തിൽ പെണ്ണാണെന്ന് നിങ്ങളടുത്ത് പറയുന്നില്ലല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഐ എം എ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ട്രാൻസ് വുമണായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നിങ്ങളെപ്പോലെ വുമണായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ യാതൊരു വിധ പ്രിവിലേജ് എടുക്കാൻ ഞാൻ വരുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെ അംഗീകരിച്ചുകൊണ്ട് 2014 തന്നെ വേർഡിക്റ്റ് തന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു സർജറിയിലൂടെ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെണ്ണെന്നുള്ള ഐഡൻറ്റിറ്റി എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ പറയുന്ന എൻ്റെ സ്റ്റേറ്റ് ചെയ്യുന്നില്ല. എനിക്കത് എടുക്കാം. ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ഇനി ആർക്കും അങ്ങനെ വേഷം കെട്ടി നടക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ അതിനെതിരെയാണ് ഇവർ പ്രതികരിക്കുന്നത്, ഈ സമരം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ നിൽക്കുന്നതിനകത്ത് എത്ര പേരാണ് ഈ വിഗും വെച്ച് നടക്കുന്നത്? സർജറി ചെയ്യാതെ ഐഡന്റിറ്റി പോലും ഇല്ലാതെ എത്ര പേര് ഈ കൂട്ടത്തിൽ തന്നെ കാണും? ഇപ്പം അവിടെ നിൽക്കുന്ന പോലീസുകാര് ഒരു ജലപീരങ്കി അങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാല് അവർക്ക് ആ ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ എടുക്കാത്തവര് എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് അംഗീകരിക്കുക? വെറുതെ വേഷം. മഞ്ജു ചേച്ചി അംഗീകരിച്ചിട്ടാണല്ലോ ഈ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ. എൻ്റെ പൊന്നു മഞ്ജു ചേച്ചി, 2014 മുമ്പും ഇവിടെ ട്രാൻസ് മനുഷ്യരുണ്ടായിരുന്നു. അവരിവിടെ എക്സിസ്റ്റ് ചെയ്തു. ഇവിടെ ഹിജറ എന്ന് പറയുന്ന വിഭാഗം ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറയുന്ന വിധി വരുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ആളുകളാണ്. ഈ സർക്കാരിൻ്റെ യാതൊരുവിധ കൺസിഡറേഷനും കിട്ടിയിട്ടല്ല അത്ര ആളുകളൊക്കെ ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് ഇനിയും ഈ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ആരുടെ അനുമതിയൊന്നും വേണ്ട, ഇവിടെ ജീവിക്കുക ചെയ്യും. പക്ഷേ നിയമപരമായി അതായത് പാർലമെൻറ്റിലൂടെ അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പോലും ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അപമാനിക്കുന്ന അമെൻമെൻറ്റുകൾ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ആത്മബോധമുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ്. വേറൊരാളുടെ പ്രതികരണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ട്രാൻസ്ജെൻഡർ ആണെന്ന് അയാൾ സ്വയം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു ഇത്രയും നാൾ 2019 നിയമം അനുസരിച്ച്. പക്ഷേ ഇപ്പോൾ അവതരിപ്പിച്ച ബില്ല് പ്രകാരം, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് ഭേദഗതി ബില്ല്, അത് ഈ മാർച്ച് 13 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലാണ്. അപ്പോൾ ആ ബില്ലിൽ പറയുന്നതനുസരിച്ച് ഒരാൾ ട്രാൻസ്ജെൻഡർ ആകണം എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡ് കാണും. ആ മെഡിക്കൽ ബോർഡിന് മുന്നിൽ പോയി സ്വയം തെളിയിക്കണം. ഇതിനെക്കുറിച്ച് അയാൾ അവിടെ ബോധ്യപ്പെടുത്തണം. കുറേ മെഡിക്കൽ ടെസ്റ്റ് സ്വയം തെളിയിക്കണം അല്ലേ, നമ്മൾ ബോധ്യപ്പെടുത്തണം. അതായത് തുണി ഉരുങ്ങി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, നമ്മുടെ ഭാഗങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം മാത്രമേ അവരിത് അംഗീകരിച്ച് തരുള്ളൂ എന്നാണ്. കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിനുശേഷം അവരാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമേ ഉള്ളൂ ഇവർക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ള നിലയിലുള്ള ആനുകൂല്യങ്ങളും മറ്റ് നിയമപരിരക്ഷയും ഒക്കെ ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവതരിപ്പിച്ച ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ബില്ല് രാജ്യസഭയിൽ പോകണം, അതിനുശേഷമുള്ളൂ അത് നിയമം ആകത്തുള്ളൂ, അറിയാലോ. അപ്പോൾ ഇതിനെതിരെയാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ബില്ലിനെ കൂടുതൽ ആളുകൾ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ BJP-ക്കൊപ്പം എന്നാണ് പലരും പറയുന്നത്. ബട്ട് വൈ മലയാളം, എനിക്കറിയില്ല പുള്ളിക്കാരൻ്റെ പേര്. ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ ഈ ID-യുടെ നെയിം പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് ഞങ്ങളിത് അംഗീകരിക്കുന്നതാണ്. ആരാണ് അംഗീകരിക്കുന്നത് പറയുന്നത്? വിരലിലെണ്ണാവുന്ന ആളുകൾ ചിലപ്പോൾ ഇതിന് പറയുന്നുണ്ടായിരിക്കും അംഗീകരിക്കുന്നത്. ബാക്കി മഹാഭൂരിപക്ഷം ജനങ്ങളും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. ഏകദേശം 600ഓളം ആളുകളാണ് ലോക്ക്ഡൗൺ മാർച്ചിൽ, 600ഓളം ട്രാൻസ് വ്യക്തികളാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ലോക്ക്ഡൗൺ മാർച്ചിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിലധികം ആളുകൾ ഇതിനോട് ഐക്യപ്പെട്ട് സംയുക്ത പ്രസ്താവനയിലും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ജെൻഡർ ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് എങ്ങനെ അറിയും എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ അഭിപ്രായത്തിന് ഒരു എതിരഭിപ്രായം എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഇതാണ്. അതായത് ഒരാണോ പെണ്ണോ എന്നുള്ള കാര്യം മറ്റൊരു മെഡിക്കൽ ബോർഡിനെ അയാൾ തെളിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു അവസ്ഥയും. ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റൊരു ബോർഡിനെ ഞാൻ ധരിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ട്രാൻസ്ജെൻഡർ ആവൂ എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസം എന്നുള്ളതാണ് മറ്റ് ഒരു വിഭാഗക്കാരും ചോദിക്കുന്നത്. ചില അവസരങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ പ്രകടനങ്ങളും മറ്റും കാണുമ്പോഴത്തേക്ക് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പോവുക. ഇതിനോട് ഞാൻ മറുപടി പറയട്ടെ. ചില അവസരങ്ങളിൽ ഇവരുടെ പ്രകടനം കണ്ട കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പോവും. അത് ചേട്ടൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലും നമ്മുടെ നിയമസഭയ്ക്ക് മുന്നിലും ലോക്ഭവനിലും മുമ്പിൽ നടക്കുന്ന മറ്റ് പ്രകടനങ്ങളൊന്നും കാണാത്തതുകൊണ്ടാണ്. ആ പ്രകടനങ്ങൾക്കപ്പുറം ഒന്നും ഓവറായിട്ട് ഈ മനുഷ്യർ അവിടെ ഒന്നും കാണിച്ചില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ്, കുറച്ചധികം
വളരെയധികം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു പ്രകടനം നടത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ തന്നെയാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രകടനത്തിൻ്റെ ആ ഒരു രൂക്ഷതയുടെ അടുത്തെങ്ങും ഇവരുടെ പ്രകടനം എത്തിയിട്ടില്ല. എന്നിട്ട് പോലും അങ്ങനെ ഒരു പ്രകടനം നടത്തിയത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഈ ചേട്ടനെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നത്, അവരോട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് അവരോട് ബഹുമാനം തോന്നിപ്പോകുന്ന ആൾക്കാരുണ്ട്. കണ്ടോ, അതായത് ഒരു സ്ത്രീയോടോ ശരിക്കുമുള്ള ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഹുമാനം തോന്നും. അതായത് വളരെ കുലീനയായിട്ട് കുടിയിലക്കര മുണ്ടൊക്കെ എടുത്ത് പൂവൊക്കെ വച്ച് ഭയങ്കര കുലീനത്വം ഉള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്ന ആളുകളെ മാത്രമേ ഇവർക്ക് ട്രാൻസായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ജീൻസോ ടീഷർട്ടോ ഒക്കെ ഇട്ട് വളരെ മോഡേണായിട്ട് നടക്കുകയോ കുറച്ച് തൻ്റെ ഇടത്തോടെ നടക്കുന്ന ആളുകളൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു പുരുഷനോടോ സംസാരിക്കുന്ന പോലെ സ്വാഭാവികമായിട്ട്. പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ത്രീകളോടോ പുരുഷന്മാരോടോ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട്, അതായത് ഇവർ ഈ പറയുന്ന ദ്വന്ദ്വ സങ്കല്പത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് ഞങ്ങളും കൂടെ ഒതുങ്ങിക്കൂടണം, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ ദ്വന്ദ്വ സങ്കല്പങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന മനുഷ്യരല്ല. അങ്ങനത്തെ മനുഷ്യരായിരുന്നെങ്കിൽ സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ എന്നൊരു ജെൻഡർ ഇവിടെ ഉണ്ട് എന്നുള്ള വിധി പുറപ്പെടുവിക്കില്ലല്ലോ. ഞങ്ങൾ ആണായിട്ടും പെണ്ണായിട്ടും അങ്ങ് ജീവിച്ചു എന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സ്ത്രൈണത ഉണ്ടല്ലോ, അതിനേക്കാളും അപ്പുറത്തെ സ്ത്രൈണതയാണ് ചില ആൾക്കാർ. അതെ, ഒരു സ്ത്രീയുടെ സ്ത്രൈണതയെക്കാളും കൂടുതൽ സ്ത്രൈണത കാണിച്ചാൽ ചേട്ടൻ എന്താ പ്രശ്നം? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. ഞങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പോലെ ജീവിക്കുന്ന ആളല്ലോ. നിങ്ങളുടെ സ്ത്രീകൾ വേറെ, നിങ്ങളുടെ പുരുഷന്മാർ വേറെ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വേറെ എന്ന് മനസ്സിലാക്കും ആദ്യം. ഞങ്ങൾ കുറച്ച് ഓവർ സ്ത്രൈണത കാണിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലൊന്നും കടന്നു വരുന്നില്ലല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര അരോചകത്വം തോന്നുന്ന കാര്യം എന്താ? സ്ത്രൈണത അത്ര മോശമായിട്ടുള്ള കാര്യമാണോ? അത് ചിലപ്പോൾ ഒരു അഭിനയമാണോ എന്ന് തന്നെ ചില സമയത്ത് തോന്നിപ്പോവാണ്. അതേസമയം യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ചേട്ടൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം അങ്ങ് ശരിയാണെന്ന് വിചാരിക്കരുത്. സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് വരുന്നുണ്ട്, ഞാനും കണ്ടൻറ്റ് ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റുകൾ വരാറുണ്ട്, കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ അതിനകത്ത് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ചേട്ടൻ ഒരു സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മറ്റേ പാകിസ്ഥാനിലെ പ്രസിഡൻറ്റ് അവിടുത്തെ യുദ്ധത്തിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആവുമല്ലോ. ചേട്ടാ, കുറച്ച് ഗ്രോ അപ്പ് ആവ്. എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് പറയുന്നതിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ഒരു 10% കൂട്ടിക്കും. 10% ആൾക്കാരും കുറച്ച് ഓവറാണ് കാണിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകും. കുറച്ച് ഓവറാണ് കാണിക്കുന്നത് എന്നാണ്, കുറച്ച് ഓവറാണ് കാണിക്കുന്നത്. ചേട്ടതൊക്കെ കാണാറുണ്ട്, അതുകൊണ്ടാണല്ലോ കുറച്ച് ഓവറാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ ഇത്ര ഓവർ കാണിക്കാൻ പാടില്ലെന്ന്? അഥവാ സോഷ്യൽ മീഡിയയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിനോ ഫേസ്ബുക്കിനോ താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നീക്കം ചെയ്യും, അല്ലേ? അതിനുള്ള വഴി നമുക്കുണ്ടല്ലോ. ചേട്ടന് താല്പര്യമില്ലാത്തൊരു വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് ഒഫൻഡഡ് ആവുകയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. എന്ന് വെച്ച് ഇവിടുത്തെ സാധാരണ സ്ത്രീകളും പുരുഷന്മാരും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിൻ്റെ അത്രയൊന്നും ഇവിടുത്തെ ട്രാൻസ് മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നില്ല. ഓരോരുത്തർക്കും അവനവന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ പോയി. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓവറായിട്ട് കാണിക്കാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ ആൾക്കാർക്ക് സംശയം തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് ഒറിജിനൽ ഓവറായിട്ട് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് എന്തിനാണ് സംശയം തോന്നുന്നത്? ഇതിനകത്ത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ആൾക്കാർ അറിയേണ്ട കാര്യം എന്താ? നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ വേണ്ടി സർക്കാർ ഇവിടെ കൃത്യമായ കാർഡ്സ് തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡുണ്ട്, ആധാറുണ്ട്, അതുപോലെ പാൻ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്. ഇതിനകത്തൊക്കെ അവരുടെ ജെൻഡറും സെക്സും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് മാറ്റിയാണ് ഇവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നത്. അഥവാ അങ്ങനെ മാറ്റാതെ ഒരു ഫേക്കായിട്ട് കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തോട്ടെ. അവരെ എന്തെങ്കിലും കാര്യത്തിന് പിടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യമാണെങ്കിൽ പോലും കൃത്യമായ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ രേഖകൾ കൃത്യമായിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ പറയുന്നതാണ് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ. ഒരാണിനെയും പെണ്ണിനെയും ഒറിജിനൽ ആണ് ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചേട്ടാ, ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ട്രാൻസ്ജെൻഡർ എന്നാണ് കേട്ടോ പറയേണ്ടത്. ട്രാൻസ്ജെൻഡർ തന്നെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ടേമാണേ. നമ്മുടെ ഒപ്പം തന്നെ ജീവിക്കാൻ അർഹതയുള്ളവരാണ്, അവരെ നമ്മൾ ചേർത്ത് നിർത്തണം എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ആൾക്കാർക്ക് ചേട്ടൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ്റേതായിട്ടുള്ള ഈ സാംസ്കാരിക മണ്ഡലത്തിൽ ഒതുങ്ങി ആ ഇതിൽ ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുലസ്ത്രീ മോഡലുള്ള ട്രാൻസ് ആണെങ്കിൽ ചേട്ടനെപ്പോലുള്ളവർ അംഗീകരിക്കും.
പതിനും തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥയാണ്. അതാണ് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്. എന്ത് ചെയ്യാൻ നോക്കും? അപ്പൊ ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്റെ ആളുകൾ എങ്ങനെ പെരുമാറുന്നത്? നെല്ലും പതിരും തിരിച്ചറിയേണ്ടത് സർക്കാരല്ലേ? അവർ നോക്കിക്കൊള്ളുമല്ലോ, നിങ്ങളത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ അമെൻമെൻറ്റ് ബില്ലിനകത്താണെങ്കിൽ പോലും ഇത്തരം മനുഷ്യർക്ക് എതിരായിട്ടുള്ളൊരു ക്ലോസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വരുന്ന സമയത്തും ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു, ഈ ലോക്ഭവനിലൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. ആ ആക്ടിലും വളരെയധികം വിവാദപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ആ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടാണ് ആക്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ കേസ് കൊടുക്കും. ഇത്രയും നാളും അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങൾ സർവൈവ് ചെയ്തത്. സുപ്രീം കോടതിയുണ്ട്, ഇവിടെ പരമോന്നത നീതിപീഠമുണ്ട്. നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവിടെ പരാതി കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു നിയമം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചേട്ടൻ്റെ അഭിപ്രായം ഏതാണ്? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ ഇവിടെ പരമോന്നത നീതിപീഠമുണ്ട്. നീതിപീഠത്തിനെ സമീപിക്കാൻ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെല്ലാം തീരുമാനിച്ചിരിക്കുക എന്നുള്ളതാണ്. ലോക്സഭയിൽ വരട്ടെ, കാര്യം ഭൂരിപക്ഷമുള്ള ഏത് സർക്കാരാണോ അവർക്ക് എന്ത് ബില്ലും വേണമെങ്കിൽ കൊണ്ടുവന്ന് പാസ്സാക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം. അവർക്ക് എന്ത് വേണോ അവിടെ ചെയ്യാൻ പറ്റും. ആരും അവരെ എതിർക്കാനില്ല. ഭൂരിപക്ഷം ആളുകൾ അവരുടേതാണ്. പക്ഷെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം പേറുന്ന ആളുകൾ കൂടെ, ട്രാൻസ് മനുഷ്യർ കൂടെ അതിനോടൊപ്പം നിന്നുകൊണ്ട് കുലംകുത്തികളായിട്ട് മാറിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കാലം ഒരിക്കലും മാപ്പ് തരില്ല എന്നുള്ളതാണ്. ഈ ബില്ല് കൃത്യമായി ട്രാൻസ്മാനായിട്ടുള്ള മനുഷ്യരെ അവോയ്ഡ് ചെയ്യുകയാണ്. അവരെക്കുറിച്ചൊരു മെൻഷനിങ് പോലും ഇല്ല. അതുപോലെ തന്നെ സർജറി ചെയ്യുന്ന ആളുകൾ, അതായത് നിർബന്ധിത സർജറി ചെയ്യുന്നു എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ട് ആരെങ്കിലും നിർബന്ധിത സർജറിക്ക് വിധേയരായാൽ, ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും ഒരാളെ സർജറി കൊണ്ടുപോയി ആളുടെ പാരൻസോ അല്ലെങ്കിൽ അയാളോ കൃത്യമായി കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ പ്രേരിപ്പിച്ചാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം മുതൽ ജീവപര്യന്തമാണ് ശിക്ഷ എന്ന് പറയുന്നത്. നോക്കൂ, ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ട്രാൻസ് മനുഷ്യരായിട്ടുള്ള ആളുകളെ ഉപദ്രവിച്ചാൽ, ഇപ്പോൾ ലൈംഗിക അതിക്രമം ആയിക്കോട്ടെ, ശാരീരിക അതിക്രമം ആയിക്കോട്ടെ, അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവാണ്. അപ്പോൾ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രാൻസ് മനുഷ്യരെ ക്രിമിനലാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. എന്തൊരു വിരോധാഭാസമാണ്! അപ്പോൾ ഇതൊക്കെ നീതികേടാണ്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യർ തെരുവിലിറങ്ങിയതും സമരം ചെയ്തതും. നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കുന്നുണ്ടാവത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കുന്നുണ്ടാവത്തില്ല ഇവർ തെരുവിലിറങ്ങിയത്. പക്ഷേ നിരന്തരം തെരുവിലിറങ്ങിയും പ്രതിഷേധങ്ങൾ നടത്തിയും കൃത്യമായി സംസാരിച്ചൊക്കെ തന്നെയാണ് ഇത്രയും നാളും നേടിയ ഈ ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കിയത്. ഈ ചേട്ടന്മാർ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടല്ലോ, ഈ വീഡിയോ ഇടാനോ ഇത്തരം മനുഷ്യരെ കാണാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഒരു 10 വർഷമായിട്ട് മാത്രമേ ഈ മനുഷ്യർക്ക് ഇവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ. അതിനും സുപ്രീം കോടതി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ 10 വർഷം കൊണ്ട് ഇത്രയും മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർ ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ ചേട്ടനോട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഈ ഘോരഘോരം പറയുന്നുണ്ടല്ലോ സർക്കാർ ഇങ്ങനെ ഒരു നല്ലതായെന്ന്. സർക്കാർ ഇന്നേ വരെ ഈ മനുഷ്യർക്ക് തൊഴിൽ രംഗത്തോ ഒരു സംവരണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന മാന്യമായ തൊഴിൽ ചെയ്യും. ആരാണ് മാന്യമായ തൊഴിൽ ചെയ്യുന്നത്? മാന്യമായ തൊഴിലിടങ്ങൾ എവിടെയാണ് കിട്ടുന്നത് ഇത്ര മനുഷ്യർക്ക്? 1-2 പേര് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ സിനി ആർട്ടിസ്റ്റായിട്ടും ഒക്കെ 1-2 ആളുകൾ ഈ പറയുന്ന സൊസൈറ്റിയിൽ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന രീതിയിലുള്ളത് കൊണ്ട് മാത്രം അവർ കുറച്ച് പേര് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ വേറെ മനുഷ്യരൊന്നും ഇവിടെ ഇല്ല. വേറെ മനുഷ്യർക്കൊന്നും ഇവിടെ തൊഴിലില്ല. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ പോലും യാതൊരുവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് യാതൊരു ക്ഷേമ പ്രവർത്തനവും ചെയ്യാതെ കുറേ നിയമങ്ങൾ മാത്രം പാസ്സാക്കി ഈ മനുഷ്യരെ ദ്രോഹിക്കുന്നത് ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഇവിടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തരം ആളുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടി ആണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറയാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ സുഹൃത്തുക്കളായിട്ടിരുന്ന ആളുകളോടും അവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ ചിന്തിക്കുന്നുണ്ടോ, പക്ഷേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ ആ അമെൻമെൻറ്റ് പഠിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രതികരിക്കൂ. അല്ലാതെ വെറുതെ കുലംകുത്തികളാകരുത് എന്നും കൂടെയാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. താങ്ക് യു. ബൈ.